കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഉണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഒട്ടുമുക്കാലും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നദികളെല്ലാം നേരിട്ടോ കായലുകളിലൂടെയോ അറബിക്കടലിൽ പതിക്കുന്നു. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 10 നദികൾ കേരളത്തിലുണ്ട്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ എന്നിവയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്. ആലുവ പുഴയെന്നും പെരിയാറിനെ വിളിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി കൂടിയാണിത്. മുതിരമ്പുഴയിലാണ് കേരളത്തിൽ സർക്കാരിൻ്റെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ 1940 പ്രവർത്തനം ആരംഭിച്ചത്. ഇത് പെരിയാറിൻ്റെ പോഷക നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിലും നദിക്ക് ഒന്നാം സ്ഥാനമുണ്ട്. ഇടുക്കി അണക്കെട്ട് പെരിയാർ നദീവ്യൂഹത്തിലാണ്. കുറവൻ കുറത്തി മലകൾക്കിടയിലാണിത്. ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസിയാണ് കൊലുമ്പൻ. ഇടുക്കി പദ്ധതിക്ക് സഹായിച്ച രാജ്യം കാനഡ. ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ, അദ്വൈതമത സ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ്. ആലുവയിൽ എത്തുന്നതോടെ ഈ നദി മംഗലപ്പുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. മാർത്താണ്ഡംപുഴ വരാപ്പുഴക്കായലിൽ പതിക്കുമ്പോൾ മംഗലപ്പുഴ പുത്തംവേലിക്കരയിൽ വെച്ച് ചാലക്കുടിയാറിൽ ചേരുന്നു. ദൈർഘ്യത്തിലും വലിപ്പത്തിലും രണ്ടാം സ്ഥാനമുള്ള ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. നിള, പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയുടെ ഉത്ഭവം ആനമലയിലാണ്. തുടക്കത്തിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകുന്ന ഈ നദി കേരളത്തിൽ പ്രവേശിച്ച് പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിക്ക് വടക്കുഭാഗത്ത് വെച്ച് കടലിൽ ചേരുന്നു. പൊന്നാനി പുഴയെന്നും ഭാരതപ്പുഴയ്ക്ക് പേരുണ്ട്. ചരിത്രപ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് വെച്ചായിരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചതും തിരുനാവായയിലാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ദക്ഷിണ ഭഗീരഥിയായ പമ്പ. പമ്പ ഉറവ പൊട്ടുന്നത് പുലച്ചി മലയിൽ നിന്നാണ്. 176 കിലോമീറ്റർ നീളമുള്ള പമ്പ ജനസാന്ദ്രതയേറിയ മധ്യ തിരുവിതാംകൂർ കുട്ടനാട് മേഖലയിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ശബരിഗിരി പദ്ധതി പമ്പയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനവും പമ്പയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്. ആറന്മുള, ചെങ്ങന്നൂർ, എടത്വ എന്നീ മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പമ്പയുടെ തീരത്താണ്. ബേപ്പൂർ പുഴയെന്നും അറിയപ്പെടുന്ന ചാലിയാർ തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാർ ഫറൂഖ് പട്ടണത്തിനടുത്ത് വെച്ച് കടലിൽ പതിക്കുന്നു. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി കൂടിയായ ഇത് കർണാടക അതിർത്തിയിലുള്ള ബാലേപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 16 കിലോമീറ്റർ ദൂരം പിന്നിട്ട ശേഷം ഉപ്പളക്കായലിൽ ലയിക്കുന്നു. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് രാമപുരം പുഴയാണ്, 19 കിലോമീറ്റർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ്. കബനി കർണാടകത്തിലേക്ക് ഒഴുകുന്നു, മറ്റ് രണ്ടും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. മീനച്ചിലാർ കോട്ടയം ജില്ലയിലെ പ്രധാന നദിയാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ. ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. കബനി നദിയിലാണ് കുറുവ ദ്വീപ്. തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ നദിയുടെ തീരത്താണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരമ്പുഴ. നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്.
അരുവിക്കര ഡാം കരമനയാറിലാണ്. കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷകനദിയാണ്. ചെങ്കുളം പദ്ധതി മുതിരമ്പുഴയിലാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴയിലാണ്. പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ്. ചരിത്ര മുഹൂർത്തങ്ങൾ. ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് 1924 ചേർന്ന മതസമ്മേളനത്തിൽ വെച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത്. 1789 ഉത്തര കേരളം ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താൻ്റെ ജൈത്രയാത്രയെ പിന്തിരിപ്പിച്ചത് പെരിയാറിലെ വെള്ളപ്പൊക്കമായിരുന്നു.